ഇ ഡി ഇന്നും ആ കേസ് വീണ്ടും അവർക്ക് കൗണ്ടർ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. വീണ്ടും അടുത്ത 23 മറ്റേ പോസ്റ്റ് ചെയ്തു. അപ്പൊ എന്താണ് ഇങ്ങനെ മാറ്റി വെക്കുന്നതിന് പിന്നിൽ എന്താണ്? ഇല്ല, കോടതിയിൽ ഞാൻ ഇ.ഡി. ചെയ്യുന്നത് ശരിയല്ല. കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, കോട്ടലക്ഷ്യമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി തീരുമാനിക്കട്ടെ ഈ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. വെറുതെ വരട്ടെയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പേടിയൊന്നും മീഡിയയെക്കുറിച്ചില്ല. ഇന്ത്യ രാജ്യത്ത് പലയിടത്തും വരെ കണ്ട മുട്ടടിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ബാധകമല്ല. അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക്. സാന്റിയാഗോ മാർട്ടിൻ ഒരു കേസല്ല, 2 കേസാ ഇയാളെനിക്കെതിരായിട്ട് 2 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെ കേസ് കൊടുത്തിരിക്കുന്നേ? അങ്ങ് ഗാങ്ടോക്കിൽ. അവിടെ എന്നെ കൊണ്ടുപോയിട്ട് അടങ്ങുമെന്ന് പറഞ്ഞാണ്. ഏതായാലും ഹൈക്കോടതിയിൽ പോയി ഓൺലൈനായി ഹാജരായ മതിയെന്ന് അനുവാദം മേടിച്ച് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലും ഒരു വട്ടം ഹാജരാവേണ്ടി വന്നു. ഇപ്പോഴാണ് മനസ്സിലായതെന്ന്. 1360 കോടി കൊടുത്തിട്ടേ എന്നിട്ടും കേരളത്തിൽ ഇന്ന് കയറാൻ പറ്റിയിട്ടില്ല. GST വന്നപ്പോൾ അവിടെ എടുത്തൊരു തീരുമാനം, സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവരാണ് ലോട്ടറി നടത്തുന്നതെങ്കിൽ 28%, സംസ്ഥാനം നേരിട്ട് നടത്തുകയാണെങ്കിൽ 12%. ഇങ്ങനെ 2 വർഷമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് 2019 ഇലക്ഷൻ കഴിഞ്ഞ് വന്നിട്ട് ഒരു പുതിയ നീക്കം നേതൃത്വം നൽകിയത് ഹേമന്ത്, ആസാം മുഖ്യമന്ത്രി, അന്ന് അദ്ദേഹം ധനമന്ത്രിയാണ്. അദ്ദേഹം ഹേമന്ത് പറഞ്ഞു, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവകാശത്തിൻ്റെ പ്രശ്നമാണ്, 2 നിരക്ക് പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ സാന്റിയാഗോ മാർട്ടിൻ സുപ്രീം കോടതി പോയി ഇത് തെറ്റാണ്, 2 നിരക്ക് പാടില്ല. സുപ്രീം കോടതി ശരിവെച്ച നിയമം മാറ്റുന്നതിന് വേണ്ടി അവിടെ GST കൗൺസിലിൽ കേന്ദ്ര ധനമന്ത്രിയും ഇവരും എല്ലാം വാദിച്ച് അവാദം മൂത്ത് കഴിഞ്ഞപ്പോൾ GST കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ വോട്ടെടുപ്പ് നടത്തിച്ചു. അന്ന് എല്ലാ കോൺഗ്രസ് മന്ത്രിമാരും നിന്നെങ്കിൽ കേന്ദ്ര സർക്കാർ തോറ്റുപോയതിനിട്ടാ. വോട്ട് നടന്നില്ല. അന്ന് എനിക്ക് തോന്നി, എന്താ ഇത്ര വലിയ വാശി? ഇപ്പോഴല്ലേ മനസ്സിലായത് അഴിമതിയാണെന്ന്. GST നിരക്കുകളിൽ കൗൺസിലിൽ BJP മന്ത്രിമാർ വരുത്തിയ മാറ്റത്തിൻ്റെ അടിസ്ഥാനം അഴിമതി ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് ഇതിന് കേന്ദ്ര ധനമന്ത്രി ഒരു വിശദീകരണം നൽകണം. എന്ത് ന്യായത്തിലാണ് നിങ്ങൾ 12%-ലേക്ക് സാന്റിയാഗോ മാർട്ടിൻ്റെ നികുതി നിരക്ക് താഴ്ത്താൻ നിർദ്ദേശം വെച്ചതും? നമ്മൾ തോറ്റു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, എന്നാൽ 12 വേണ്ട, എല്ലാവർക്കും 28 ആക്കിക്കോട്ടെ. നമ്മുടെ 28ൻ്റെ പാതി നമുക്ക് കിട്ടുമല്ലോ, സാന്റിയാഗോ മാർട്ടിന് പാതി കിട്ടത്തില്ല. അങ്ങനെയെങ്കിലും കേരളത്തിന് മുൻകൈ ഉണ്ടാവട്ടെ എന്ന് കേന്ദ്ര ധനമന്ത്രി വിശദീകരിക്കണം, എന്തിനു വേണ്ടി ഇവർ ചെയ്തു എന്ന്. അതെ, അല്ല, ഇത് 2019 കേന്ദ്ര ധനമന്ത്രി മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇതിനുള്ള നീക്കം ശക്തമായത്. 4-5 GST കൗൺസിലുകളിൽ ഇത് സംബന്ധിച്ച വാദപ്രതിവാദം നടന്നു. അതുവരെയും കോൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിലെ തീരുമാനം. ഞാൻ പറഞ്ഞതിൽ കോൺസെൻസസ് ഇല്ല. വോട്ടെടുപ്പ്. കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു വോട്ടെടുപ്പ് നടക്കട്ടെ. അങ്ങനെ വോട്ടെടുപ്പ് നടത്തി, കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഇന്ന് വളരെ വ്യക്തമല്ലേ, കാശ് മേടിച്ച് ഇങ്ങനെയുള്ള ലോട്ടറി കോൺട്രാക്ടർമാരെ സഹായിക്കുന്ന സമീപനമാണ്. ഇലക്ട്രൽ ബോർഡ് ഇന്നും സുപ്രീം കോടതി വിമർശിക്കുന്നുണ്ട്. ശരിക്കും BJPക്ക് ഒരു അഴിമതിക്കുള്ളൊരു ആദായമായിരുന്നോ ഇലക്ട്രൽ ബോർഡ്? ഇത് ബലം പ്രയോഗിച്ച് പണം പിണങ്ങുന്ന ഒരു ഏർപ്പാടായിട്ട് മാറി. ED കൊണ്ട് റെഡി ചെയ്യിക്കാം, എന്നാൽ ഇലക്ട്രോൺ ബോണ്ട് മേടിക്കാം. 335 കോടി രൂപയെ ഇലക്ട്രൽ ബോർഡിൻ്റെ അതേ നേരിട്ട് കാശും മേടിച്ചിട്ടുണ്ട് ED റെഡി ചെയ്തതിൻ്റെ പിറ്റേന്ന്. ഇങ്ങനത്തെ ഏറ്റവും വലിയ അഴിമതി റാക്കറ്റാണ്
BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്.